DMK സർക്കാർ വളരെ കാലമായി പറയുന്ന ഒന്നുണ്ട്, സനാതന മൂല്യത്തെ തകർക്കുക. ഉദയനിധി സ്റ്റാലിൻ, അതായത് സ്റ്റാലിൻ്റെ മകൻ, വളരെ പച്ചയ്ക്ക് തന്നെ അത് പറയുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കമാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലേക്ക് എത്തുന്നവർക്ക് സംവരണവും ആനുകൂല്യവും നൽകുന്ന കാര്യം തങ്ങളുടെ പരിഗണനയിലാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചെത്തുന്നവരെ ഡീനോട്ടിഫൈഡ് ആ ഒരു വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് അവർക്ക് സംവരണം നൽകുമെന്ന് ഭരണകക്ഷി MLA MH ജവാഹരിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സ്റ്റാലിൻ ഇത് പറഞ്ഞത്. ഇതിനു മുമ്പ് 2021 സമാനമായ ഒരു നീക്കം നടത്തിയിരുന്നു. അന്ന് ക്രിസ്ത്യൻ മതത്തെ പ്രീണിപ്പിക്കാൻ സമാനമായ രീതിയിൽ തന്നെയാണ് സ്റ്റാലിൻ മുൻപോട്ട് പോയത്. അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സനാതന മൂല്യത്തിൽ, സനാതന ധർമ്മത്തിൽ, സനാതന മതത്തെ ഇല്ലാതാക്കുക, അതിനു വേണ്ടിയിട്ട് മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. പച്ചയ്ക്ക് തന്നെ അത് പറയുന്നുണ്ട്. മതപരിവർത്തനം ചെയ്തു വരുന്ന മുസ്ലിങ്ങൾക്ക് സംവരണവും മറ്റ് ആനുകൂല്യങ്ങളും നൽകും എന്ന് പറയുന്നുണ്ട്. ഇത് ലക്ഷ്യമാക്കുന്നത് ഹിന്ദുക്കളെ തന്നെയാണ് എന്ന് ഹൈന്ദവ സംഘടനകൾ പറയുന്നു. ഏതായാലും 2023 ഇതുപോലെ ഒരു പ്രഖ്യാപനം സ്റ്റാലിൻ നടത്തി. അതെങ്ങും ഇതുവരെ എത്തിയിട്ടില്ല എന്നൊരു ആശ്വാസം മാത്രമാണ് ഈ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.